ഇന്ന് വളപ്പിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളിൽ ചിലതാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിക്കോ. ഇത് പുലിക്കുഞ്ഞാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ദേ അവിടെ തന്നെ ഞാനതിൻ്റെ മുകളിലാണ് നിൽക്കണേ. ഇവിടെ വന്ന് മൊബൈൽ നോക്കിയപ്പോഴാണ് കേട്ടോ കാണുന്നത് ഞാൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയത് അവിടെ ഇരിപ്പുണ്ട് സാധനത് തല പൊക്കിയത് കണ്ടില്ലേ? അവിടെ ഒരു സംഭവം ഓടി നടക്കണ കണ്ടോ? ഇതുപോലെ കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ എന്ത് കൂട്ടത്തിനും ഇവിടെ ഒളിച്ചിരിക്കാൻ നല്ല ഇടങ്ങളുണ്ട്. ഇതിനും വലിയ കാടുമുണ്ട്. രണ്ടെണ്ണമാണ് ആ ഇരിക്കുന്നത്. അത് ഇണ ചേരുകയാണെന്നാണ് തോന്നണേ. അതുപോലത്തെ ഞാൻ കുറേ എണ്ണത്തിന് ഞാൻ അവിടെ കണ്ടിരുന്നു. അത് ഓടിപ്പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അത് രണ്ടെണ്ണം ആയിരുന്നു എന്ന്. ദേ ഓടിപ്പോണ കണ്ടോ? എന്തൊരു വലിപ്പം നിങ്ങൾക്ക്. ലെഫ്റ്റ് ഭാഗത്ത് ആ കറുത്ത മരത്തിൻ്റെ ചുവട്ടിലിരിപ്പുണ്ട് രണ്ടെണ്ണം. കണ്ടോ? ഞാൻ അവിടെ ഈ ഈട് ഞങ്ങളുടെ വളപ്പിൻ്റെ ഈടയിൽ നിന്നുകൊണ്ടാണ് ഞാനിതൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് മറ്റൊന്ന് തല നീട്ടി ഓടിപ്പോണ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് സംഭവം? ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്, ഇവിടുത്തെ പാചക വിശേഷങ്ങളുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളെ ഇന്ന് വളപ്പിൽ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ശരിയാക്കി വരുമ്പോൾ ടൈമൊക്കെ ഒരുപാടാവില്ലേ? വെയിൽ ഒക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് പാകപ്പെടുത്തി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് ബാക്കി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് വളപ്പിൽ വെച്ച് കാണാം. അരി അടപ്പത്തിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. പാല് കാച്ചി, പാല് ഏകദേശം വേവായി. ഇനി ചായ ഇടണം. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഇത് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും മാത്രം ഞാൻ ചേർത്തൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ. ഉപ്പ്. മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, 3 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് പച്ചമുളക് മാത്രം ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ. പക്ഷേ അങ്കിളിന് ഇത്തിരി കളറ് കാണണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി മുളക് പൊടി കൂടിയിട്ടു, കറിവേപ്പില ഇട്ടു. ഉപ്പിട്ട കാര്യം പറഞ്ഞോന്നറിയില്ല. ഉപ്പിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് ചേർക്കാൻ പോവുകയാണ്. തേങ്ങ അരപ്പ് ഓരോ മുറി തേങ്ങയുടെ 3/4 ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിനകത്തേക്ക് ഞാൻ മോര് ചേർത്ത് അരക്കുകയാണ് ചെയ്തത്. വെണ്ണ ഞാനിത് മാറ്റിയിട്ട് മോരെടുത്ത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പോരായുള്ള പുളിക്ക് ചേരേണ്ട മോര് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് ചേർത്തൊന്ന് തിളപ്പിക്കട്ടെ. ആവശ്യത്തിന് മോര് ചേർത്ത് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും ഉലുവയൊക്കെ കാച്ചിയിടാം. വെളിച്ചെണ്ണയും നെയ്യും സമാസമം ചേർത്താണ് കേട്ടോ കാച്ചിയിടണേ. കടുകിട്ട് പൊട്ടി ഉലുവിടാണ്.
പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇടാണ്. പല നാട്ടിലും പല രീതിയിലാണ് ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ചില ചോദിക്കും ഉള്ളി എന്തിനാണ് ഇടുന്നതെന്ന്. ഞാൻ ചിലപ്പോൾ ഉള്ളി ഇടും, ചിലപ്പോൾ ഉള്ളി ഇടില്ല. ചുവന്നുള്ളി പാകമായി നമുക്ക് കോരിയിടാം. ഇന്ന് എനിക്ക് തിരക്കിട്ട പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന പണികളായതെല്ലാവരും. ഇതിപ്പോൾ ഉള്ളി, മുളക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ ഇതെല്ലാം ഇട്ട് വഴറ്റി മൂത്തിരിക്കുന്ന സംഭവമാണ്. കൈയിടയിൽ മുന്നേ സംഭവം ഇട്ടിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി പറയട്ടെ. വറ്റൽമുളക്, ഉള്ളി, കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില എല്ലാവരും ഇട്ട് വഴറ്റി, തേങ്ങയും ഇട്ട് വഴറ്റി മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പയറ്, വെള്ളപ്പയർ, മത്തങ്ങ, കായ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഇത്. അത് അതിലേക്ക് കമത്തിയേക്കാണ്. ഇനി ഇത് ചെറിയ തീയിലിട്ട് ഇതൊന്നാവി അടിഞ്ഞ് വേവായിട്ടുണ്ട്. ഇത് യോജിച്ച് വരുമ്പോൾ അതിനെ ഇളക്കി കൂട്ടി വെച്ചുകൊണ്ട് പോകുന്നത്. കാരണം തേങ്ങ ചിരണ്ടിയിട്ടിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ് അടുപ്പൊഴിയണതനുസരിച്ച് ഞാൻ ഓരോന്ന് ചെയ്തു പോകുന്നു. അതാണ് സൂത്രവിദ്യകളാണ്. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കിയായിരുന്നു ഞാൻ. ഇന്ന് പണിക്കാർക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഇത്തിരി തേങ്ങ ബാക്കി വന്നിരുന്നു ചിരണ്ടിയതിൽ. അത് ഇതിനകത്തേക്ക് മൂപ്പിച്ചു. ഇതങ്ങോട്ട് കമത്തി. ഇനി പച്ച തേങ്ങ ഒന്ന് ഒതുക്കി അവിടെ ഇട്ടാൽ ഈ പണി തീരും. അപ്പോൾ ഇനി വർത്താനം പറയാതെ ഉണ്ട്. തേങ്ങ ഇട്ടിട്ട് ഇത് ഒന്ന് ഉടച്ചു കൊടുക്കാൻ ഞാൻ തേങ്ങ ഒതുക്കി കൊണ്ടുവന്നു. എനിക്ക് ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഇനി തേങ്ങാരപ്പ് ചേർക്കട്ടെ, ഒന്ന് ഉടച്ചിട്ട്. ഇനി അത് ഇളക്കി കൂട്ടി ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഒരു 2 മിനിറ്റ് ആവി കൊണ്ട് കഴിയുമ്പോൾ കറി ഓക്കെ. കറി റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മത്തങ്ങയും പയറും കായും എരിശ്ശേരി. അപ്പോൾ പണിക്കാർക്ക് ഞാൻ വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല. എരിശ്ശേരി ഇങ്ങനെയൊക്കെ വെള്ളം അധികം പാടില്ലല്ലോ. എനിക്കതാ ഇഷ്ടം. ചിലർ പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടി ചേർക്കും. മത്തങ്ങ ആയതുകൊണ്ട് ഇത് ഇരുന്നാലും കേടുവരും. പിന്നെ അപ്പോൾ ഞാൻ പണിക്കാർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ കറിയാണ് പുളിശ്ശേരി, മെഴുക്കുവരട്ടി, പിന്നെ ഈ മത്തങ്ങ എരിശ്ശേരി, പിന്നെ മീൻ കറി ഇരിപ്പുണ്ട്, അച്ചാറും ഉണ്ട്. ഇതുപോലെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ ഇട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ തയ്ച്ച തയ്യലിൻ്റെ ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചത്, തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ നിങ്ങൾ അവിടെ വരെ എത്താണ്ട് ഇതായിട്ടില്ലല്ലോ. നമ്മൾ സാധാരണ നൈറ്റി അതൊക്കെ വെട്ടിയൊക്കെ തയ്ച്ച് നല്ല മോഡലായിട്ടുള്ള കഴുത്തുള്ളതൊക്കെ എടുത്ത് കഴിച്ച് തേച്ച് അതോടൊപ്പം അത് വെച്ചിട്ട് പേപ്പറൊക്കെ വെട്ടിയെടുത്തിട്ട് വേണമല്ലോ നമുക്കിത് വെട്ടിയെടുക്കാൻ. അപ്പോൾ ഇത് വെട്ടിയെടുത്താൽ മനസ്സിൽ വെച്ചേക്കാട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഒരു കാരണവശാലും ഇതൊന്നും തയ്യൽക്കാർ നമുക്കൊന്നും പറഞ്ഞു തരില്ലായിരിക്കും. പറഞ്ഞു തരുമോയെന്ന് എനിക്കറിയില്ല. ഒരു കാരണവശാലും കക്ഷത്തിൽ നിന്നും ഉടലിൽ ഇത് പിടിപ്പിക്കൂലോ, കൈ പിടിപ്പിക്കൂലോ കക്ഷത്തിൽ നിന്നും. ഇങ്ങനെയുള്ള ബ്ലൗസ്, സാരി ബ്ലൗസൊക്കെ തയ്ച്ചെടുക്കാൻ വലിയ പാടാണത്. അങ്ങോട്ട് പോകും. ലോക്കിട്ട് തയ്ക്കണം, അല്ലെങ്കിൽ ഇഴന്ന് പോകും. അല്ലെങ്കിൽ പിന്നെ അവിടെ കരിച്ച്
മെഴുതിരിയിൽ കത്തിച്ച് വെച്ച് ഒന്ന് ഓടിച്ചങ്ങ് പോയാൽ മതി, കരിഞ്ഞ് കിട്ടും. പിന്നെ അവിടെ അടുപ്പിച്ച് കയറ്റി 2-3 തൈലൊക്കെ ഇടണം, അല്ലെങ്കിൽ ഇത് വിട്ട് 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 തയ്ക്കണ ആ കണ്ണിയിൽ നിന്നും കയറി ഒന്ന് വിട്ടുപോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെയൊക്കെ തയ്ക്കുമ്പോൾ. പിന്നെ ഒരത്തിൽ നിന്നുമാണ് നമ്മൾ കൈ വെച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ കക്ഷത്തിൽ നിന്നും ഇത് വെച്ച് പിടിപ്പിച്ചാൽ ഇത് എവിടെയും എത്തൂല, കയറി ഇറങ്ങിയൊക്കെ ആയിട്ടേ പോരും. ഒരു നൂലഴ മാറ്റം വന്നാൽ നമുക്ക് എത്താതെ വരും. അങ്ങേ സൈഡ് ഇങ്ങേ സൈഡുമായിട്ട് ഒരുപാട് വ്യത്യാസം വരും. എനിക്ക് അനുഭവം കൊണ്ടുണ്ടാണ് ഞാനീ പറയുന്നത്. പിന്നെയാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞത്. അപ്പോഴാണ് തയ്യൽക്കാരോട് ചോദിച്ചപ്പോൾ തയ്യൽക്കാർ എനിക്ക് പറഞ്ഞു തന്നു, ചേച്ചി ഇത് ഇവിടെ നിന്ന് ആരംഭം തുടങ്ങി എടുക്കാൻ പാടില്ല. നമ്മൾ കൈയുടെ ഓരം ബ്ലൗസ് മറ്റേതൊക്കെ തയ്ച്ചിട്ട് വെച്ച് കൂട്ടി യോജിപ്പിക്കേണ്ടതല്ലേ പിന്നെയുള്ളൂ. അപ്പം നമ്മൾ അത് ഈ ഒരത്തുങ്ങ എന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഒരത്തുങ്ങേന്ന് ഇങ്ങോട്ട് അറ്റം വരെ തുടങ്ങി വരുമ്പോൾ ഇത് ഉടലിനോട് കൂട്ടിയാണല്ലോ യോജിപ്പിക്കണത്. പുറകും മുൻവശമായിട്ട് കൈ പിടിപ്പിക്കുന്നത്, ഇത് കൈയാണല്ലോ. അപ്പോൾ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒപ്പത്തിനൊപ്പം നമുക്ക് കിട്ടും. അതായത് ഉടൽ ഭാഗത്തുങ്ങ വന്ന് ഇത് അവസാനിക്കുള്ളൂ. കയറി ഇറങ്ങിയും പോയ ഉടൽ ഭാഗത്തേക്ക് ഇത് എത്തൂല, അല്ലെങ്കിൽ ഇത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാകരുത്. അപ്പോൾ ഇവിടെ വരെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ഇപ്പുറത്തൂടെ നമ്മൾ വീണ്ടും തയ്ച്ച് അങ്ങോട്ട് ചെല്ലണം. അങ്ങോട്ട് ചെന്നിട്ട് ഒരത്തുങ്ങയിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ആ ലെവലിൽ തന്നെ മറ്റേ കക്ഷഭാഗത്തേക്ക് അങ്ങ് എത്തിച്ച് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് വീണ്ടും തിരിച്ച് ഈ ഒരത്തേൽ എത്തിക്കണം. അപ്പം 2 അടിപ്പുമായി കയറി ഇറങ്ങിയിട്ട് പോവില്ലേ. അപ്പം നടുക്കുന്നാണ് നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നത്തെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്.